ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായങ്ങൾ 4 മുതൽ 8 വരെയും സങ്കീർത്തനങ്ങൾ 55 മുതൽ 60 വരെയും. പുറപ്പാട് അധ്യായം 4 ആധികാരികതയ്ക്ക് അടയാളങ്ങൾ. മോശ മറുപടി പറഞ്ഞു, പക്ഷേ അവർ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലോ എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിലോ കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് തീർച്ചയായും അവർ പറയും. കർത്താവ് അവനോട് ചോദിച്ചു, അതെന്താണ് നിന്റെ കയ്യിൽ? അവൻ പറഞ്ഞു, ഒരു വടി. അവിടുന്ന് കൽപ്പിച്ചു, അത് നിലത്തേക്കെറിയുക. അവനത് നിലത്തേക്കെറിഞ്ഞപ്പോൾ അതൊരു സർപ്പമായി തീർന്നു. മോശ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് അവൻ്റെ ഉള്ളം കൈയിൽ ഒരു വടിയായി തീർന്നു. കർത്താവ് അവരുടെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കുവാൻ വേണ്ടിയാണിത്. കർത്താവ് അവനോട് വീണ്ടും അരുൾ ചെയ്തു, നിന്റെ കൈ നിന്റെ വക്ഷസ്സിൽ കൊണ്ടുവരിക. അവൻ കൈ തൻ്റെ വക്ഷസ്സിൽ കൊണ്ടുവന്നു. അവൻ അത് പുറത്തെടുത്തപ്പോൾ ഇതാ അവൻ്റെ കൈ കുഷ്ഠം ബാധിച്ച് മഞ്ഞുപോലെയായി. അവിടുന്ന് കൽപ്പിച്ചു, കൈ നിന്റെ വക്ഷസ്സിൽ തിരികെ വയ്ക്കുക. അവൻ കൈ തൻ്റെ വക്ഷസ്സിൽ തിരികെ വെച്ചു. വക്ഷസ്സിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് തൻ്റെ ശരീരം പോലെ പൂർവ്വസ്ഥിതിയിലായി. അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും ആദ്യത്തെ അടയാളത്തിൻ്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തെ അടയാളത്തിൻ്റെ സ്വരം വിശ്വസിച്ചേക്കും. ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നൈൽ ജലത്തിൽ നിന്ന് അല്പമെടുത്ത് കരയിൽ ഒഴിക്കണം. നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, ഹാ എൻ്റെ നാഥ, അങ്ങയുടെ ദാസനോട് അങ്ങ് സംസാരിച്ചത് മുതലോ അതിനു മുമ്പോ ഞാൻ വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. എന്തെന്നാൽ ഭാരിച്ച വായും കനത്ത നാവുമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് അധരം നൽകിയത്? അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ അന്ധനോ ആക്കുന്നത് ആരാണ്? കർത്താവായ ഞാനല്ലേ. ആകയാൽ ഇപ്പോൾ നീ പോകുക. നിന്റെ അധരത്തോടൊപ്പം ഞാനുണ്ടായിരിക്കും. നീ പറയേണ്ടത് ഞാൻ നിന്നെ പഠിപ്പിക്കും. എന്നാൽ അവൻ പറഞ്ഞു, എൻ്റെ നാഥ, ദയവായി മറ്റൊരുവൻ്റെ കൈവശം അങ്ങ് അയക്കേണ്ടത് അയച്ചാലും. അഹ്റോന്റെ നിയമനം. കർത്താവിൻ്റെ കോപം മോശയ്ക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, അഹ്റോൻ നിന്റെ സഹോദരനായ ലേവ്യനല്ലേ? അവൻ വൈഭവത്തോടെ സംസാരിക്കുമെന്ന് എനിക്കറിയാം. കൂടാതെ ഇതാ, അവൻ നിന്നെ എതിരേൽക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയപൂർവ്വം സന്തോഷിക്കും. നീ അവനോട് സംസാരിക്കണം. അവൻ്റെ വായിൽ വചനങ്ങൾ വെച്ചു കൊടുക്കണം. ഞാൻ നിന്റെ അധരത്തോടും അവൻ്റെ അധരത്തോടും കൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും. അവനായിരിക്കും നിനക്ക് വേണ്ടി ജനത്തോട് സംസാരിക്കുന്നത്. അവൻ നിനക്ക് അധരമായിരിക്കും. നീ ആകട്ടെ അവന് ദൈവമായിരിക്കും. ഈ വടി നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. അതുകൊണ്ട് നീ അടയാളങ്ങൾ പ്രവർത്തിക്കും. മോശ തിരികെ ഈജിപ്തിലേക്ക്. മോശ നടന്ന് തൻ്റെ അമ്മായിപ്പനായ ജത്രോയുടെ പക്കൽ തിരിച്ചെത്തി അവനോട് പറഞ്ഞു, ഞാൻ പോയി ഈജിപ്തിലുള്ള എൻ്റെ സഹോദരർ ഇനിയും ജീവനോടെയുണ്ടോ എന്ന് കാണുന്നതിന് അവരുടെ അടുത്തേക്ക് മടങ്ങട്ടെ. ജത്രോ മോശയോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക. മിദിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക. എന്തെന്നാൽ നിന്റെ ജീവൻ തേടിയിരുന്ന ആളുകളെല്ലാം മരിച്ചു കഴിഞ്ഞു. മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൊണ്ടുവന്ന് അവരെ കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്ത് നാട്ടിലേക്ക് മടങ്ങി. മോശ തൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വടി എടുത്തിരുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിൽ ഫലമേൽപ്പിച്ച എല്ലാ അത്ഭുതങ്ങളും ഈജിപ്തിലേക്ക് മടങ്ങാനുള്ള നിന്റെ യാത്രയിൽ നീ പരിചിന്തിക്കുക. ഫറവോയുടെ മുമ്പിൽ നീ അവ പ്രവർത്തിക്കണം. എന്നാൽ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. അവൻ ജനത്തെ വിട്ടയക്കുകയില്ല. നീ ഫറവോയോട് പറയണം, കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ പുത്രനെ വിട്ടയക്കുക. അവനെ വിട്ടയക്കാൻ നീ വിസമ്മതിക്കുന്ന പക്ഷം ഇതാ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ ഞാൻ വധിക്കും. വഴിയിൽ വെച്ച് സത്രത്തിലായിരിക്കുമ്പോൾ മോശയെ കർത്താവ് നേരിട്ടു. അവിടുന്ന് അവനെ വധിക്കാനൊരുങ്ങി. ഉടനെ സിപ്പോറ തൻ്റെ കൽച്ചിയിൽ എടുത്ത് തൻ്റെ പുത്രനെ അഗ്രചർമ്മം ഛേദിച്ചു. നീ എനിക്ക് രക്തമണവാളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കാലുകളിൽ സ്പർശിച്ചു. അപ്പോൾ അവിടുന്ന് അവനിൽ നിന്ന് പിന്മാറി. അവൾ അപ്പോൾ പറഞ്ഞു, പരിച്ഛേദനത്താലുള്ള രക്തമണവാളൻ. കർത്താവ് അഹ്റോനോട് പറഞ്ഞു, നീ മോശയെ എതിരേൽക്കാൻ മരുഭൂമിയിലേക്ക് ചെല്ലുക. അയാൾ പോയി
ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി അവനെ ചുംബിച്ചു. മോശെ അഹരോനോട് തന്നെ അയച്ച കർത്താവിന്റെ എല്ലാ വചനങ്ങളും അവിടുന്ന് തന്നോട് കൽപ്പിച്ച എല്ലാ അടയാളങ്ങളും വിവരിച്ചു. അനന്തരം മോശയും അഹരോനും ചെന്ന് ഇസ്രായേല്യരിലെ ശ്രേഷ്ഠന്മാരെയെല്ലാം ഒരുമിച്ച് കൂട്ടി. കർത്താവ് മോശയോട് പറഞ്ഞ വചനങ്ങളെല്ലാം അഹരോൻ പ്രഖ്യാപിക്കുകയും ജനത്തിന്റെ കൺമുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേല്യരെ സന്ദർശിച്ചിരിക്കുന്നെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നെന്നും കേട്ടപ്പോൾ അവർ കുമ്പിട്ട് ആരാധിച്ചു. പുറപ്പാട് അധ്യായം 5. ഫറവോയുടെ പ്രതികരണം. അതിനുശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോയോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, മരുഭൂമിയിൽ അവർ എനിക്കായി ഉത്സവം ആഘോഷിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഫറവോ ആരാഞ്ഞു, ഇസ്രായേലിനെ വിട്ടയക്കാനുള്ള അവൻ്റെ സ്വരം ഞാൻ അനുസരിക്കേണ്ടതിന് കർത്താവ് ആരാണ്? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഹെബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ വസന്ത കൊണ്ടോ വാൾ കൊണ്ടോ അവിടുന്ന് ഞങ്ങളെ നേരിടാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കാൻ മരുഭൂമിയിൽ ഞങ്ങൾ 3 ദിവസത്തെ യാത്ര പോകട്ടെ. അപ്പോൾ ഈജിപ്റ്റ് രാജാവ് അവരോട് ചോദിച്ചു, മോശെ, അഹരോനെ, നിങ്ങൾ ജനത്തെ അവരുടെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്തിന്? നിങ്ങൾ നിങ്ങളുടെ ജോലികൾക്കായി പോകുവിൻ. തുടർന്ന് ഫറവോ പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ നാട്ടുകാർ ഏറെയുണ്ട്. അവരുടെ ജോലികളിൽ നിന്ന് നിങ്ങൾ അവരെ മുടക്കുന്നു. ഫറവോ അന്ന് തന്നെ ജനത്തിന്റെ മേലുദ്യോഗസ്ഥന്മാരോടും കണക്കപ്പിള്ളമാരോടും ഇപ്രകാരം കൽപ്പിച്ചു, ഇഷ്ടികകൾ നിർമ്മിക്കുന്നതിനായി ജനത്തിന് വൈക്കോൽ നൽകുന്നത് മുമ്പെന്ന പോലെ തുടരേണ്ട. അവർ തന്നെ പോയി അവർക്ക് വേണ്ട വൈക്കോൽ ശേഖരിക്കട്ടെ. എന്നാൽ മുമ്പ് അവർ ഉണ്ടാക്കിയിരുന്ന അത്രയും ഇഷ്ടികകളുടെ എണ്ണം നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം. അതിന് നിങ്ങൾ ഇളവ് നൽകരുത്. അവർ അലസരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മുറവിളി കൂട്ടുന്നത്. ആ ആളുകളുടെ മേൽ അധ്വാനം കനക്കുകയും അവർ അതിൽ വ്യാപൃതരാവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ വ്യാജ വാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കട്ടെ. ജനത്തിന്റെ മേലുദ്യോഗസ്ഥരും കണക്കപ്പിള്ളമാരും പുറത്തു കടന്ന് ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, ഫറവോ ഇങ്ങനെ കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ വൈക്കോൽ തരികയില്ല. നിങ്ങൾ തന്നെ പോയി കണ്ടെത്താവുന്നിടത്തു നിന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടി വൈക്കോൽ ശേഖരിക്കുവേൻ. എന്നാൽ നിങ്ങളുടെ അധ്വാനത്തിൽ ഒട്ടും കുറവ് വരാൻ പാടില്ല. ജനം വൈക്കോലിനുള്ള തണ്ട് ശേഖരിക്കുന്നതിന് ഈജിപ്റ്റ് നാട്ടിലെങ്ങും അലഞ്ഞു. മേൽനോട്ടക്കാരാകട്ടെ ഇപ്രകാരം നിർബന്ധിച്ചു, വൈക്കോൽ ഉണ്ടായിരുന്നപ്പോൾ എന്ന പോലെ നിങ്ങളുടെ അന്നുള്ള ജോലി വിഹിതം പൂർത്തിയാക്കുവേൻ. അവരുടെ മേൽ ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ നിയമിച്ചിരുന്ന ഇസ്രായേല്യ കണക്കപ്പിള്ളമാർ പ്രഹരിക്കപ്പെട്ടു. ഇഷ്ടിക നിർമ്മിക്കാനുള്ള നിങ്ങളുടെ കടമ മുമ്പെന്ന പോലെ ഇന്നലെയും ഇന്നും നിങ്ങൾ എന്തുകൊണ്ട് നിറവേറ്റിയില്ല? അവർ ചോദിച്ചു. ഇസ്രായേല്യ കണക്കപ്പിള്ളമാർ ചെന്ന് ഫറവോയുടെ പക്കൽ നിലവിളിച്ച് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത്? അങ്ങയുടെ ദാസന്മാർക്ക് വൈക്കോൽ ലഭ്യമാക്കുന്നില്ല. എങ്കിലും ഇഷ്ടികകൾ ഉണ്ടാക്കുവേനെന്ന് അവർ ഞങ്ങളോട് കൽപ്പിക്കുന്നു. ഇതാ അങ്ങയുടെ ദാസന്മാർ പ്രഹരിക്കപ്പെടുന്നു. അപ്പോഴും കുറ്റം അങ്ങയുടെ ജനത്തിൻ്റെതാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ അലസന്മാർ. അതുകൊണ്ടാണ് ഞങ്ങൾ പോകട്ടെ, ഞങ്ങൾ കർത്താവിന് ബലിയർപ്പിക്കട്ടെ എന്ന് നിങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പോയി ജോലി ചെയ്യുവിൻ. വൈക്കോൽ നിങ്ങൾക്ക് ലഭ്യമാക്കുകയില്ല. എന്നാൽ ഇഷ്ടികകളുടെ നിശ്ചിത എണ്ണം നിങ്ങൾ നൽകിയിരിക്കണം. നിങ്ങളുടെ ഇഷ്ടികകളിൽ നിന്ന് അന്നുള്ള വിഹിതം നിങ്ങൾ കുറയ്ക്കരുത് എന്ന പ്രസ്താവന മൂലം തങ്ങൾ അപകടത്തിലാണെന്ന് ഇസ്രായേല്യ കണക്കപ്പിള്ളമാർ കണ്ടു. ഫറവോയുടെ അടുക്കൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ തങ്ങളെ കാത്തു നിൽക്കുന്ന മോശയെയും അഹരോനെയും അവർ കണ്ടുമുട്ടി. അവർ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ നിരീക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ ഞങ്ങളെ വിധിക്കാൻ അവരുടെ കയ്യിൽ വാൾ നൽകത്തക്ക വിധം ഫറവോയുടെ ദൃഷ്ടികളിലും അവന്റെ സേവകരുടെ ദൃഷ്ടികളിലും ഞങ്ങളെ നിങ്ങൾ അവജ്ഞാപാത്രങ്ങളാക്കി. അപ്പോൾ മോശ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു പറഞ്ഞു, എൻ്റെ നാഥ, എന്തുകൊണ്ടാണ് ഈ ജനത്തിന് അങ്ങ് തിന്മ വരുത്തുന്നത്? എന്തിനാണ് അങ്ങനെ ഇങ്ങോട്ട് അയച്ചത്? ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയോട് സംസാരിക്കാൻ വന്നതു മുതൽ അവൻ ഈ ജനത്തിന് തിന്മ വരുത്തുന്നു. അങ്ങയുടെ ജനത്തെ അങ്ങ് മോചിപ്പിക്കുന്നതേയില്ല. പുറപ്പാട് അധ്യായം 6. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്ത് ചെയ്യുമെന്ന് നീ ഇപ്പോൾ കാണും. എന്തെന്നാൽ ശക്തമായ കരം മൂലമായിരിക്കും അവൻ അവരെ വിട്ടയക്കുന്നത്. ശക്തമായ കരം മൂലമായിരിക്കും അവൻ തൻ്റെ ദേശത്തു നിന്ന് അവരെ പുറത്താക്കുന്നത്. മോശെ വീണ്ടും അയക്കുന്നു. ദൈവം മോശയോട് സംസാരിച്ചു. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു,
ഞാനാണ് കർത്താവ്. അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ തമ്പുരാനായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന എൻ്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും അവർ തൽക്കാലവാസം നടത്തിയിരുന്ന പ്രവാസഭൂമിയായ കാനാൻ ദേശം അവർക്ക് നൽകേണ്ടതിന് അവരുമായി എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിച്ചിരുന്നു. മാത്രമല്ല, ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേല്യരുടെ ദീനരോധനം ഞാൻ കേൾക്കുകയും എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നീ ഇസ്രായേല്യരോട് പറയുക, ഞാനാണ് കർത്താവ്. ഈജിപ്തുകാരുടെ അധ്വാനത്തിന് കീഴിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നീട്ടിയ ഭുജം കൊണ്ടും കഠിനമായ ന്യായവിധി കൊണ്ടും നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ ഒരു ജനമായി സ്വന്തമാക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവമായി തീരും. ഈജിപ്തുകാരുടെ അധ്വാനത്തിന് കീഴിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നവനായ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകേണ്ടതിനായി ഞാൻ ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ ആനയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി നൽകും. ഞാൻ കർത്താവാണ്. ഇസ്രായേല്യരോട് മോശെ ഇപ്രകാരം പറഞ്ഞെങ്കിലും ക്ഷിപ്രകോപം മൂലവും കഠിനവേല മൂലവും അവർ മോശയെ ഗൗനിച്ചില്ല. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരെ തന്റെ നാട്ടിൽ നിന്ന് വിട്ടയക്കേണ്ടതിന് നീ പോയി ഈജിപ്റ്റ് രാജാവായ ഫറവോയോട് സംസാരിക്കുക. മോശ കർത്താവിന്റെ മുമ്പാകെ ഇപ്രകാരം ഉണർത്തിച്ചു: നോക്കൂ, ഇസ്രായേല്യർ എന്നെ ഗൗനിക്കുന്നില്ല. പിന്നെങ്ങനെ ഫറവോ എന്നെ കേൾക്കും? പോരെങ്കിൽ ഞാൻ സംസാര തടസ്സമുള്ളവനുമാണ്. കർത്താവ് മോശയോടും അഹറോനോടും സംസാരിക്കുകയും ഇസ്രായേല്യരെ ഈജിപ്റ്റ് ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇസ്രായേല്യരോടും ഈജിപ്റ്റ് രാജാവായ ഫറവോയോടും സംസാരിക്കാൻ അവരെ അനുശ്വാസിക്കുകയും ചെയ്തു. ലേവ്യരുടെ വംശാവലി. അവരുടെ പിതൃകുടുംബ തലവന്മാർ ഇവരാണ്: ഇസ്രായേലിന്റെ ആദിജാതനായ റൂബന്റെ മക്കളായ ഹനോക്, പല്ലു, ഹെസ്രോൻ, കർമ്മി എന്നിവരാണ് റൂബൻ കുടുംബങ്ങൾ. ഷിമിയോന്റെ മക്കളായ യെമുവേൽ, യാമീൻ, ഓഹദ്, യാക്കീൻ, സോഹാർ, കനാൻകാരിയുടെ മകൻ ഷാവൂൽ എന്നിവരാണ് ഷിമിയോൻ കുടുംബങ്ങൾ. തങ്ങളുടെ തലമുറകൾ അനുസരിച്ച് ലേവ്യരുടെ പേരുകൾ ഇവയാണ്: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. ലേവിയുടെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. ഗർഷോന്യർ തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ലിബ്നിയും ഷിമിയും. കൊഹാത്യർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ എന്നിവർ. കൊഹാത്തിന്റെ ആയുഷ്കാലം 133 വർഷമായിരുന്നു. മെരാറിയർ മഹ്ലിയും മുഷിയും. തങ്ങളുടെ തലമുറയനുസരിച്ച് ലേവായ കുടുംബങ്ങൾ ഇവയാണ്: അമ്രാം തന്റെ പൃഥു സഹോദരിയായ യോക്കബദിനെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി അഹ്റോൻ, മോശ എന്നിവരെ പ്രസവിച്ചു. അമ്രാമിന്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. ഇസ്ഹാര്യർ കോരഹ്, നെഫക്, സിക്രി എന്നിവർ. ഉസിയേലിയർ മിഷായേൽ, എൽസാഫാൻ, സിത്രി എന്നിവർ. അഹ്റോൻ അമീനാദാബിന്റെ പുത്രിയും നഹ്ഷോന്റെ സഹോദരിയുമായ എലിഷേബായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി നാദാബ്, അബീഹു, എലയാസർ, ഇത്താമാർ എന്നിവരെ പ്രസവിച്ചു. കോറഹിയർ അസീർ, എൽക്കാന, അബ്യാസാഫ്. ഇവരാണ് കോറഹിയ കുടുംബങ്ങൾ. അഹ്റോന്റെ പുത്രനായ എലയാസർ പുത്തിയേലിന്റെ പുത്രിമാരിൽ ഒരുവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി ഫിനെഹാസിനെ പ്രസവിച്ചു. ഇവരാണ് തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ലേവ്യരുടെ പൂർവിക തലവന്മാർ. ഈ അഹ്റോനോടും മോശയോടുമാണ് ഈജിപ്റ്റ് രാജ്യത്ത് നിന്ന് ഇസ്രായേല്യരെ അണിയണിയായി നിങ്ങൾ പുറത്തു കൊണ്ടുവരുവേനെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നത്. ഇസ്രായേല്യരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്റ്റ് രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഈ അഹ്റോനും മോശയും തന്നെയാണ്. കർത്താവ് മോശയോട് ഈജിപ്റ്റ് ദേശത്ത് വെച്ച് സംസാരിച്ച ദിവസം സംഭവിച്ചത് ഇതാണ്. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഞാൻ കർത്താവാണ്. നിന്നോട് ഞാൻ സംസാരിക്കുന്നതെല്ലാം ഈജിപ്റ്റ് രാജാവായ ഫറവോയോട് നീ സംസാരിക്കുക. മോശ കർത്താവിന്റെ മുമ്പാകെ ഉണർത്തിച്ചു: നോക്കൂ, ഞാൻ സംസാര തടസ്സമുള്ളവനാണ്. പിന്നെങ്ങനെ ഫറവോ എന്നെ ശ്രവിക്കും? പുറപ്പാട് അധ്യായം 7. ദൈവകരം ഈജിപ്റ്റിനുമേൽ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: നോക്കൂ, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവമായി നൽകിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നിന്റെ സഹോദരൻ അഹ്റോൻ ആകട്ടെ
ഫറവോയോട് അവൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേലിയരെ വിട്ടയക്കുന്നതിന് വേണ്ടി സംസാരിക്കും. ഞാൻ ഫറവോയുടെ ഹൃദയം കടിപ്പിക്കും. ഈജിപ്റ്റ് നാട്ടിൽ എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ വർദ്ധിപ്പിക്കും. എന്നാൽ ഫറവോ നിങ്ങളെ ശ്രവിക്കുകയില്ല. അപ്പോൾ ഞാൻ ഈജിപ്തിൽ എൻ്റെ കൈവയ്ക്കും. എൻ്റെ സൈന്യങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേല്യരെ ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് കഠിനമായ ശിക്ഷാവിധിയാൽ ഞാൻ പുറത്തു കൊണ്ടുവരും. ഈജിപ്തിനുമേൽ എൻ്റെ കൈ നീട്ടി അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഇസ്രായേല്യരെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാരറിയും. മോശയും അഹരോനും ചെയ്യാൻ കർത്താവ് കൽപ്പിച്ച പ്രകാരം തന്നെ അവർ പ്രവർത്തിച്ചു. അവർ ഫറവോയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് 80 വയസ്സും അഹരോന് 83 വയസ്സും പ്രായമായിരുന്നു. വടി സർപ്പമായി മാറുന്നു. കർത്താവ് മോശയോടും അഹരോനോടും ഇപ്രകാരം അരുൾ ചെയ്തു: ഫറവോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറയും, നിങ്ങളുടേതായി ഒരത്ഭുതം തരൂ. അപ്പോൾ നീ അഹരോനോട്, നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുമ്പിലേക്കിടുക എന്ന് പറയണം. അതൊരു സർപ്പമായി തീരും. മോശയും അഹരോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹരോൻ തന്റെ വടി ഫറവോയുടെ മുമ്പിലും അവന്റെ സേവകരുടെ മുമ്പിലും എറിഞ്ഞു. അത് സർപ്പമായി. അപ്പോൾ ഫറവോയും ജ്ഞാനികളെയും മന്ത്രവാദികളെയും വിളിച്ചു. അവരും, അതായത് ഈജിപ്തിലെ ആഭിചാരകരും, തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ തന്നെ ചെയ്തു. ഓരോരുത്തരും തന്റെ വടി നിലത്തെറിഞ്ഞപ്പോൾ അവ സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങി. കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരെ ശ്രവിച്ചില്ല. 1-ാം ബാധ. ജലം രക്തമായി മാറുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഫറവോയുടെ ഹൃദയം കഠിനമാണ്. ജനത്തെ വിട്ടയക്കാൻ അവൻ വിസമ്മതിക്കുന്നു. പ്രഭാതത്തിൽ നീ ഫറവോയുടെ അടുത്തേക്ക് പോവുക. ഇതാ, അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു. അവനെ കണ്ടുമുട്ടാൻ നീ നൈൽ തീരത്ത് നിൽക്കണം. സർപ്പമായി മാറിയ വടിയും നിന്റെ കയ്യിലെടുക്കണം. നീ അവനോട് പറയണം, മരുഭൂമിയിൽ എന്നെ ശുശ്രൂഷിക്കുന്നതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറയാൻ ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ഇതാ, നീ ഇതുവരെ ശ്രവിച്ചില്ല. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതുമൂലം ഞാനാണ് കർത്താവെന്ന് നീ അറിയും. ഇതാ, ഞാൻ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് നദിയിലെ ജലത്തിന്മേലടിക്കും. അത് രക്തമായി മാറും. നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും. നദി ദുർഗന്ധം വമിക്കും. നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഈജിപ്തുകാർക്ക് അർപ്പുളവാക്കും. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു: അഹരോനോട് പറയുക, നീ നിന്റെ വടിയെടുക്കുക. ഈജിപ്തുകാരുടെ ജലസ്രോതസ്സുകൾക്ക് മേൽ, അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും എല്ലാ ജലശേഖരങ്ങളുടെയും മേൽ നിന്റെ കൈ നീട്ടുക. അവ രക്തമായി മാറട്ടെ. ഈജിപ്ത് നാട്ടിൽ മുഴുവൻ മരവികളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടായിരിക്കും. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ മോശയും അഹരോനും പ്രവർത്തിച്ചു. ഫറവോയുടെയും അവന്റെ സേവകരുടെയും കൺമുമ്പിൽ വെച്ച് അവൻ വടി ഉയർത്തി നദീജലത്തെ പ്രഹരിച്ചു. നദിയിലെ ജലമാകെ രക്തമായി മാറി. നദിയിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ചത്തു. നദി ദുർഗന്ധം വമിച്ചു. ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. ഈജിപ്ത് നാട്ടിലെങ്ങും രക്തമായിരുന്നു. ഈജിപ്തിലെ ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ ചെയ്തു. കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരെ ശ്രവിച്ചില്ല. ഫറവോ മുഖം തിരിച്ച് സ്വഭവനത്തിലേക്ക് പോയി. ഇതിലും അവൻ തന്റെ ഹൃദയം പതിച്ചില്ല. നദീജലത്തിൽ നിന്ന് കുടിക്കാനാകാത്തതിനാൽ ഈജിപ്തുകാരെല്ലാം കുടിവെള്ളത്തിനായി നദീ പരിസരത്ത് കുഴികൾ ഉണ്ടാക്കി. കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് 7 ദിവസം പൂർത്തിയായി. 2-ാം ബാധ. തവളകൾ നിറയുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ഫറവോയുടെ അടുക്കൽ പോയി അവനോട് പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ സമ്മതിക്കാത്ത പക്ഷം ഇതാ, തവളകളെ കൊണ്ട് നിന്റെ ഭൂപ്രദേശത്തെ ആകെ ഞാൻ ശിക്ഷിക്കും. നൈൽ നിറഞ്ഞ തവളകൾ നിന്റെ വീട്ടിലും കിടപ്പുമുറിയിലും മെത്തമേലും നിന്റെ സേവകരുടെ വീടുകളിലും നിന്റെ ജനത്തിനിടയിലും അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും കയറി വരും. നിന്റെയും നിന്റെ ജനത്തിന്റെയും നിന്റെ എല്ലാ സേവകരുടെയും മേൽ തവളകൾ കയറിപ്പറ്റും. പുറപ്പാട് അധ്യായം 8. കർത്താവ് മോശയോട് കൽപ്പിച്ചു: അഹ്റോനോട് പറയുക, അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും മേൽ വടിയോടൊപ്പം നിന്റെ കൈ നീട്ടുക. ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാനിടയാക്കുക. ഈജിപ്തിലെ ജലത്തിന്മേൽ അഹ്റോൻ തന്റെ കൈ നീട്ടി. അപ്പോൾ തവള കയറി ഈജിപ്ത് ദേശം മൂടി. തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ ആഭിചാരകരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാനിടയാക്കി.
അപ്പോൾ ഫറവോ മോശയെയും അഹരോനെയും വിളിച്ചു പറഞ്ഞു, എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവേൻ. കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ ഞാൻ വിട്ടയക്കാം. മോശ ഫറവോയോട് പറഞ്ഞു, നീ എന്നോട് തെളിച്ചു പറയുക, തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റാൻ നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? അവ നദിയിൽ മാത്രം ശേഷിച്ചുകൊള്ളും. അവൻ പറഞ്ഞു, നാളെ തന്നെ, നിന്റെ വാക്കുപോലെ എന്ന് അവൻ പ്രത്യുത്തരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പോലെ മറ്റാരുമില്ലെന്ന് അതുമൂലം നീ അറിയും. തവളകൾ നിന്നിൽ നിന്നും നിന്റെ വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്നു മാറും. അവ നദിയിൽ മാത്രം ശേഷിക്കും. മോശയും അഹരോനും ഫറവോയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി. ഫറവോയ്ക്കെതിരെ കർത്താവ് വിട്ടിരുന്ന തവളകളെ പ്രതി മോശ അവിടുത്തോട് നിലവിളിച്ചു. മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു. വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും തവളകൾ ചത്തൊടുങ്ങി. അവർ അവയെ കൂനകളായി കൂട്ടി. നാട് ദുർഗന്ധം വമിച്ചു. സ്വൈര്യം കൈവന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോ ഹൃദയം കഠിനമാക്കി. അവൻ അവരെ ശ്രവിച്ചതുമില്ല. 3-ാം ബാധ, പേൻ പെരുകുന്നു. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു, അഹരോനോട് പറയുക, നിന്റെ വടി നീട്ടി നിലത്തെ പൂഴിയിൽ അടിക്കുക. അപ്പോൾ അത് ഈജിപ്റ്റ് നാട്ടിലാകെ പേനായിത്തീരും. അവർ അങ്ങനെ ചെയ്തു. അഹരോൻ തന്റെ കൈ നീട്ടി വടി കൊണ്ട് നിലത്തെ പൂഴിയിൽ അടിച്ചു. അത് മനുഷ്യരിലും മൃഗങ്ങളിലും പേനായി മാറി. ഈജിപ്റ്റ് നാട്ടിലെങ്ങും നിലത്തെ പൂഴി മുഴുവൻ പേനായി മാറി. ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ പേൻ പുറപ്പെടുവിക്കുന്നതിന് അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. മനുഷ്യനിലും മൃഗത്തിലും പേനുണ്ടായിരുന്നു. അപ്പോൾ ആഭിചാരകർ ഫറവോയോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വിരലാണ്. എന്നാൽ കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരെ ശ്രവിച്ചില്ല. 4-ാം ബാധ, ഈച്ചകൾ വർദ്ധിക്കുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ നിലയുറപ്പിക്കണം. ഇതാ അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു. നീ അവനോട് പറയണം, കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ നീ വിട്ടയക്കാത്ത പക്ഷം ഇതാ ഞാൻ നിന്റെയും നിന്റെ സേവകരുടെയും ജനത്തിൻ്റെയും ഭവനങ്ങളുടെയും മേൽ ഈച്ചക്കൂട്ടത്തെ അയക്കും. ഈജിപ്തുകാരുടെ ഭവനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന മണ്ണുപോലും ഈച്ച കൊണ്ട് നിറയും. എന്നാൽ എൻ്റെ ജനം സന്നിഹിതരായിരിക്കുന്ന ഗോഷേൻ നാടിനെ അവിടെ ഈച്ച ഉണ്ടാകാത്ത വിധം ആ ദിവസം ഞാൻ ഒഴിവാക്കി നിർത്തും. ഭൂമധ്യേ ഞാനാണ് കർത്താവെന്ന് അതുമൂലം നീ അറിയും. എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനുമിടയിൽ ഒരു വേർതിരിവ് ഞാൻ വയ്ക്കും. നാളെ തന്നെ ഈ അടയാളം ഉണ്ടാകും. കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചു. ഫറവോയുടെ വീട്ടിലും അവന്റെ സേവകരുടെ വീട്ടിലും ഈജിപ്റ്റ് നാടെങ്ങും കനത്ത ഈച്ചക്കൂട്ടം വന്നു ചേർന്നു. ഈച്ചക്കൂട്ടത്താൽ നാട് വലഞ്ഞു. അപ്പോൾ മോശയെയും അഹരോനെയും വിളിച്ച് ഫറവോ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിന് നാട്ടിൽ തന്നെ ബലിയർപ്പിക്കുക. മോശ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത്. നോക്കൂ, ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കൾ അവരുടെ മുമ്പിൽ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ? അതിനാൽ ഞങ്ങൾ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചതനുസരിച്ച് അവിടത്തേക്ക് ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. നിങ്ങൾ വളരെ അകലേക്ക് പോകരുതെന്ന് മാത്രം. എനിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുവേൻ. മോശ പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ അടുത്ത് നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ കർത്താവിനോട് അപേക്ഷിക്കും. നാളെ ഫറവോയിൽ നിന്നും അവന്റെ സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നുപോയിരിക്കും. കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ വിട്ടയക്കാതെ ഫറവോ വഞ്ചിക്കുന്നത് ആവർത്തിക്കാതിരുന്നാൽ മതി. മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു. മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നു മാറി. ഒരെണ്ണവും അവശേഷിച്ചില്ല. എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. സങ്കീർത്തനങ്ങൾ 55 മുതൽ 60 വരെ. സങ്കീർത്തനം 55. സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. എൻ്റെ യാചനയിൽ നിന്ന് മറഞ്ഞിരിക്കരുതേ. എന്നോട് പരിഗണന കാട്ടി എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ചിന്തയിൽ ഞാൻ വേവലാതിപ്പെടുന്നതും നെടുവീർപ്പിടുന്നതും ശത്രുവിൻ്റെ ആക്രോശത്താലും ദുഷ്ടന്റെ ഉപദ്രവത്താലുമാണ്. എന്തെന്നാൽ അവർ എനിക്കെതിരെ ദ്രോഹം ചൊരിയുന്നു, കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വിങ്ങുന്നു.
മരണഭീതികൾ എൻ്റെ മേൽ നിബദിച്ചിരിക്കുന്നു. ഭയവും വിറയലും എന്നിൽ കടന്നുകൂടിയിരിക്കുന്നു. ഭീകരത എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നു, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രാവിനെ പോലെ പറന്നുപോയി ചേക്കേറുമായിരുന്നു. ഞാൻ വിദൂരങ്ങളിൽ വിഹരിക്കുമായിരുന്നു. മരുഭൂമിയിൽ രാപാർക്കുമായിരുന്നു. ചുഴലിക്കാറ്റിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും ഒരു രക്ഷാസങ്കേതത്തിനായി ഞാൻ തത്രപ്പെടുമായിരുന്നു. നാഥ, അവരെ സംഭ്രമിപ്പിച്ച് അവരുടെ ഭാഷ ഭിന്നിപ്പിക്കണമേ. നഗരത്തിൽ ഞാൻ കാണുന്നത് അക്രമവും കലഹവുമാണല്ലോ. മതിലുകളോട് ചേർന്ന് അവർ അതിനെ രാപ്പകൽ വലം വയ്ക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഉപജാപവും കുഴപ്പവുമാണ്. അതിനുള്ളിൽ വിനാശമാണ്. അതിൻ്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനമോ വഞ്ചനയോ വിട്ടുമാറുന്നില്ല. ഞാൻ സഹിക്കാൻ ശത്രുവല്ലല്ലോ എന്നെ അപമാനിക്കുന്നത്. ഞാൻ അവനിൽ നിന്നൊളിക്കാൻ എന്നെ ദ്വേഷിക്കുന്നവനല്ല എനിക്കെതിരെ വമ്പ് കാണിക്കുന്നത്. പ്രത്യുത മർത്യ, അത് നീയാണ്. എനിക്ക് സമനും ചങ്ങാതിയും സുപരിചിതനുമായ നീ. നമ്മൾ ഒരുമിച്ച് മധുരഭാഷണം നടത്തിയവരാണ്. ദേവാലയത്തിലെ ജനാരവത്തിൽ വ്യാപരിച്ചവരാണ്. മരണം അവരുടെ മേൽ ചതിയാകട്ടെ. ജീവനോടെ അവർ പാതാളത്തിലേക്ക് താഴട്ടെ. അവരുടെ സത്രത്തിൽ അവരുടെ ഉള്ളിൽ തിന്മകളാണ്. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവ് എന്നെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ചിന്തിച്ച് ഞാൻ നെടുവീർപ്പിടുന്നു. അവിടുന്ന് എൻ്റെ സ്വരം കേട്ടു. എനിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് അവിടുന്ന് എന്നെ സുരക്ഷിതമായി വീണ്ടെടുത്തു. എന്തെന്നാൽ എതിരിടുന്നവരായിരുന്നു എന്നോടൊപ്പം. പണ്ടേ ആസനസ്ഥനായ തമ്പുരാൻ ശ്രവിച്ച് അവരെ മാനം കെടുത്തി. തങ്ങൾക്ക് മാറ്റങ്ങളില്ലാത്ത അവർ ദൈവത്തെ ഭയപ്പെട്ടിരുന്നില്ല. അവൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈകൾ നീട്ടി. അവൻ തൻ്റെ ഉടമ്പടി അവഹേളിച്ചു. അവൻ്റെ വായ് വെണ്ണയേക്കാൾ മൃദുലം, ഹൃദയത്തിലോ പോരാട്ടം. വാക്കുകൾ എണ്ണയേക്കാൾ സ്നിഗ്ധം, അവയോ ഉറയൂരിയ വാളുകൾ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാന് എന്നേക്കും കുലുക്കം തട്ടാൻ അവിടുന്ന് ഇടയാക്കുകയില്ല. ദൈവമേ, അങ്ങ് അവരെ അഗാധ ഗർത്തത്തിലേക്ക് താഴ്ത്തും. രക്തപാതകികളും വഞ്ചകരും അർദ്ധായുസ് തികയ്ക്കുകയില്ല. ഞാനാകട്ടെ അങ്ങിൽ ആശ്രയിക്കും. സങ്കീർത്തനം 56. അലച്ചിലും കണ്ണീരും സൂക്ഷിക്കുന്ന ദൈവം. ദൈവമേ, എന്നിൽ കനിയണമേ. എന്തെന്നാൽ മർത്യൻ എന്നെ ചവിട്ടിമെതിക്കുന്നു. ദിവസം മുഴുവൻ പോരാളി എന്നെ പീഡിപ്പിക്കുന്നു. എനിക്കായി പതിയിരിക്കുന്നവർ ദിവസം മുഴുവൻ ആർത്തി പൂണ്ടിരിക്കുന്നു. സമുന്നതനെ അനേകർ എന്നോട് പോരാടുന്നു. ഭയപ്പെടുന്ന ദിവസം ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ദൈവത്തിൽ ആരുടെ വചനം ഞാൻ സ്തുതിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡം എന്നോട് എന്തു ചെയ്യും? അവർ ദിവസം മുഴുവനും എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നു. അവരുടെ പദ്ധതികൾ അത്രയും എനിക്കെതിരെ തിന്മയ്ക്കായാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എൻ്റെ ജീവൻ കാംക്ഷിച്ച് എൻ്റെ കാലടികൾ നിരീക്ഷിക്കുന്നു. ദുഷ്കൃത്യത്തോടൊപ്പം അവർക്ക് ഒരുവിധ രക്ഷപ്പെടലും ഇല്ലല്ലോ. ദൈവമേ, കോപത്തിൽ ജനങ്ങളെ താഴ്ത്തണമേ. എൻ്റെ അലച്ചിൽ അങ്ങയുടെ ഗ്രന്ഥത്തിൽ അങ്ങ് കുറിച്ചിട്ടുള്ളതല്ലേ? എൻ്റെ കണ്ണീർ അങ്ങയുടെ തോൽക്കുടത്തിൽ അങ്ങ് ശേഖരിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദിവസം എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. അങ്ങനെ ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം സ്തുതിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ, അതെ, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ദൈവമേ, അങ്ങേക്ക് ഞാൻ കടപ്പെട്ട നേർച്ചകൾ അങ്ങേക്കുള്ള കൃതജ്ഞതായാഗങ്ങളായി ഞാൻ നിറവേറ്റും. എന്തെന്നാൽ ഞാൻ ജീവിക്കുന്നവരുടെ പ്രകാശത്തിൽ ദൈവസന്നിധിയിൽ നടക്കേണ്ടതിന് വീഴ്ചയിൽ നിന്ന് എന്നെ മോചിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കാലുകളെയല്ലേ, മരണത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെയും. സങ്കീർത്തനം 57. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ. എന്നിൽ കനിയണമേ, ദൈവമേ, എന്നിൽ കനിയണമേ. വിനാശങ്ങൾ കടന്നു പോകുവോളം അങ്ങയിലാണല്ലോ എൻ്റെ ആത്മാവ് അഭയം തേടുന്നത്. അങ്ങേ ചിറകുകളുടെ തണലിലാണല്ലോ ഞാൻ ശരണം പ്രാപിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെ, എനിക്കായി എല്ലാം നിറവേറ്റുന്ന തമ്പുരാനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ആളയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവനെ അവിടുന്ന് അപമാനിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എൻ്റെ ആത്മാവെ, മനുഷ്യമക്കളെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ ശയിക്കുന്നത്. അവയുടെ പല്ലുകൾ കുന്തവും അമ്പുകളുമാണ്. അവയുടെ നാവ് മൂർച്ചയുള്ള വാളാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവൻ മേലും. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. എൻ്റെ മനസ്സിടിഞ്ഞുപോയി. അവർ എൻ്റെ മുൻപിൽ കുഴി കുഴിച്ചു, അതിൽ സ്വയം നിബദിച്ചു.
എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ്. ദൈവമേ, എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ്. ഞാൻ ഗീതം ആലപിച്ച് പ്രകീർത്തിക്കും. എൻ്റെ ഉള്ളമേ ഉണരുക, വീണയെ കിന്നരമേ ഉണരുക. ഞാൻ ഉഷസ്സിനെ ഉണർത്തട്ടെ. നാഥ, ജനങ്ങൾക്കിടയിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. ജനപദങ്ങൾക്കിടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. എന്തെന്നാൽ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം വലുതാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും. ദൈവമേ, അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവൻ മേലുമാകട്ടെ. സങ്കീർത്തനം 58. നിശബ്ദത ഭഞ്ജിക്കുന്ന ദൈവനീതി. വാസ്തവത്തിൽ നിങ്ങൾ പുലർത്തുന്ന നിശബ്ദതയാണോ നീതി? പരമാർത്ഥമായാണോ നിങ്ങൾ മനുഷ്യമക്കളെ ന്യായം വിധിക്കുന്നത്? ഹൃദയത്തിൽ നിങ്ങൾ തിന്മകൾ കരുപിടിപ്പിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ കയ്യാങ്കളിക്ക് കളമൊരുക്കുന്നു. ദുഷ്ടർ ഗർഭാവസ്ഥ മുതലേ വഴിപിഴച്ചിരിക്കുന്നു. നുണ പറയുന്നവർ ഉദരം മുതലേ വ്യതിചലിച്ചിരിക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷ സദൃശമാണ്. ചെവി അടച്ച് ബദിരത പൂണ്ട അണലിയെ പോലെയാണവർ. പാമ്പാട്ടികളുടെയോ വിദഗ്ധനായ മഹാമാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല. ദൈവമേ, അവരുടെ വായിലെ പല്ലുകൾ തകർക്കണമേ. കർത്താവേ, യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങൾ പിഴുതെറിയണമേ. ജലം പോലെ ദ്രവമായി അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ അലയട്ടെ. മൂർച്ച കെട്ടതുപോലെയുള്ള തൻ്റെ അസ്ത്രങ്ങൾ ഒരുവൻ തൊടുക്കട്ടെ. ഇഴഞ്ഞു നീങ്ങുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവൻ. സൂര്യനെ ദർശിക്കാതെ അലസിപ്പോകുന്ന സ്ത്രീ ഗർഭം പോലെയാകട്ടെ. നിങ്ങളുടെ കലങ്ങൾ മുൾവിറകു ചുള്ളിയെ തിരിച്ചറിയും മുമ്പേ തണുപ്പുള്ളതോ ചൂടുള്ളതോ ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് അത് പറത്തിക്കളയും. പ്രതികാരം ദർശിച്ച് നീതിമാൻ സന്തോഷിക്കും. ദുഷ്ടന്റെ രക്തത്തിൽ അവൻ തന്റെ പാദങ്ങൾ കഴുകും. മനുഷ്യർ പറയും, നിശ്ചയമായി നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ വിധികർത്താവായി ഒരു ദൈവമുണ്ട്. സങ്കീർത്തനം 59. ദൈവം എൻ്റെ ശക്തിദുർഗം. എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ എതിർത്ത് നിൽക്കുന്നവരിൽ നിന്ന് എന്നെ ഉയർത്തി നിർത്തണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു. കരുത്തർ എനിക്കെതിരെ സംഘടിക്കുന്നു. കർത്താവെ, എൻ്റെ അതിക്രമം മൂലമല്ല, എൻ്റെ പാപം മൂലവുമല്ല, എന്നിൽ കുറ്റമില്ലാതെ തന്നെ അവർ ഓടിയെത്തി നിലയുറപ്പിക്കുന്നു. എന്നെ സഹായിക്കാൻ ഉണരണമേ, നോക്കിക്കൊള്ളണമേ. സൈന്യങ്ങളുടെ ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് എല്ലാ ജനതകളെയും സന്ദർശിക്കാൻ ഉണരണമേ. ദുഷ്ടവഞ്ചകരായ ആരോടും ദയ കാട്ടരുതേ. നായയെപ്പോലെ ഓരിയിട്ടുകൊണ്ട് അവർ സന്ധ്യ തോറും മടങ്ങി വരുന്നു. അവർ നഗരത്തിന് വലം വയ്ക്കുന്നു. ഇതാ, അവർ വായുകൊണ്ട് അസഭ്യം പുലമ്പുന്നു. അവരുടെ അധരങ്ങളിൽ വാളുകളാണ്. ആരുണ്ട് കേൾക്കുന്നവനായി? കർത്താവെ, അങ്ങ് അവരെ കളിയാക്കുന്നു. അങ്ങ് സകല ജനതകളെയും പുച്ഛിക്കുന്നു. എൻ്റെ ബലമായവനെ, അങ്ങേക്കായി ഞാൻ കാത്തിരിക്കും. ദൈവമേ, അങ്ങ് എൻ്റെ കോട്ടയാണല്ലോ. കാരുണ്യമായ എൻ്റെ ദൈവം എനിക്ക് മുമ്പനാകും. എനിക്കായി പതിയിരിക്കുന്നവരിൽ ദൈവം എൻ്റെ ദൃഷ്ടി പതിപ്പിക്കും. അവരെ അങ്ങ് കൊന്നുകളയരുതേ. എൻ്റെ ജനം അങ്ങയെ വിസ്മരിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഞങ്ങളുടെ പരിചയമായ നാഥ, അങ്ങയുടെ ശക്തിയാൽ അവരെ കശക്കി താഴ്ത്തണമേ. അവരുടെ അധരങ്ങളുടെ വാക്കാണ് അവരുടെ വായുടെ പാപം. തങ്ങൾ പ്രസംഗിക്കുന്ന ശാപം നിമിത്തവും നുണനിമിത്തവും അവരുടെ അഹങ്കാരത്തിൽ അവർ പിടിക്കപ്പെടട്ടെ. അവരില്ലാതാകേണ്ടതിന് അവരെ നശിപ്പിക്കണമേ. ക്രോധത്തോടെ നശിപ്പിക്കണമേ. അങ്ങനെ ദൈവമാണ് യാക്കോബിൽ ഭരണകർത്താവെന്ന് ഭൂമിയുടെ അതിരുകളോളം അവർ അറിയട്ടെ. നായയെപ്പോലെ ഓരിയിട്ടുകൊണ്ട് അവർ സന്ധ്യ തോറും മടങ്ങി വരുന്നു. അവർ നഗരത്തിന് വലം വയ്ക്കുന്നു. അവർ ആഹാരത്തിന് വേണ്ടി ശല്യം ചെയ്യുന്നു. തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ അവർ തങ്ങുന്നു. എന്നാൽ ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും. പ്രഭാതത്തോടെ അങ്ങയുടെ കാരുണ്യം ആർപ്പ് വിളിച്ചു പാടും. എന്തെന്നാൽ അങ്ങ് എനിക്ക് കോട്ടയായിരുന്നു, എൻ്റെ കഷ്ടതയുടെ കാലത്ത് പലായന ലക്ഷ്യവും. എൻ്റെ ബലമായവനെ, അങ്ങേക്കായി ഞാൻ കീർത്തനമാലപിക്കും. ദൈവമേ, എൻ്റെ കാരുണ്യത്തിൻ്റെ ദൈവമേ, അങ്ങ് എൻ്റെ കോട്ടയാണല്ലോ. സങ്കീർത്തനം 60. ദൈവം സഹായിക്കാത്ത യുദ്ധം. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു, ഞങ്ങളെ ചിതറിച്ചു. അങ്ങ് കുപിതനായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരണമേ. അങ്ങ് ഭൂമിയെ കുലുക്കി അതിനെ പിളർന്നു. അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ. അത് ആടിയുലയുന്നല്ലോ. അങ്ങ് സ്വന്തം ജനത്തെ കഠിനാനുഭവത്തിന് വിധേയമാക്കി. അങ്ങ് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിൻ്റെ മുമ്പിൽ നിന്ന് പലായനം ചെയ്യുന്നതിനാണ് അങ്ങയെ ഭയപ്പെടുന്നവർക്കായി അങ്ങ് കൊടിയുയർത്തിയത്. അങ്ങയുടെ പ്രിയപ്പെട്ടവർ വിമോചിതരാകേണ്ടതിന് അങ്ങയുടെ വലതു കൈകൊണ്ട് രക്ഷിച്ച് അങ്ങ് എനിക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധ സ്ഥലത്ത് സംസാരിച്ചു.
ഞാൻ ആഹ്ലാദിച്ച് ഷെക്കേമിനെ വീതം വയ്ക്കുകയും സൂക്കോത്ത് താഴ്വര പകുത്തു കൊടുക്കുകയും ചെയ്യും. ഗിലെയാദ് എൻ്റേതാണ്, മനാസയും എൻ്റേത് തന്നെ. എഫ്രായിം എൻ്റെ ശിരസ്ത്രാണവും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മോവാബ് എൻ്റെ ക്ഷാളനപാത്രം. ഏദോമിൽ ഞാൻ എൻ്റെ പാദുകം അഴിച്ചിടും. ഫിലിസ്ത്യ എന്നെ പ്രതി ജയഘോഷം മുഴക്കുക. കോട്ടനഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോം വരെ ആരെന്നെ ആനയിക്കും? ദൈവമേ, അങ്ങല്ലേ ഞങ്ങളെ പരിത്യജിച്ചത്. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെടുന്നുമില്ല. ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങ് സഹായം തരണമേ. മനുഷ്യന്റെ തുണ വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ കരുത്തു കാട്ടും. അവിടുന്നാണ് ഞങ്ങളുടെ വൈരികളെ ചവിട്ടി മെതിക്കുന്നത്.